ചെറിയൊരു സ്കാൽപ്പ് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ബൈ പിടിച്ചാലോ? ഇവിടെ വരാൻ റീസൺ ഉണ്ടല്ലോ. എടുത്തോ ചെറിയ റിസ്ക്. ആ സ്ട്രക്ചറിന്റെ താഴെ ആയിട്ടുണ്ട് 20 പോയിന്റ്സ് പ്ലസ് ക്യാച്ച് ആവില്ലേ? ആയിട്ടുണ്ട്. ആരൊക്കെ എടുത്തായിരുന്നു ഈ ട്രേഡ്? 12 പോയിന്റ്സ് ക്യാച്ച് ചെയ്തോളൂ. ഓക്കെ, നോട്ട് ടേക്കൺ. 74 നിൽക്കുകയാണ്. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞില്ല അവിടെ വരാൻ റീസൺ ഉണ്ട്. ട്രയൽ ഇല്ല, ടൈറ്റിലും ട്രയൽ ചെയ്തു. ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ ട്രേഡില്? കുഴപ്പമില്ല. 40 പോയിന്റ്സ് ടോട്ടൽ. ഓക്കെ, ഇന്ന് ഞാൻ പറഞ്ഞില്ലേ മെയിൻ ആയിട്ടുള്ള ഓർഡേഴ്സ് ഒന്നും വന്നിട്ടില്ല. അപ്പം ഇങ്ങനെയുള്ളത് സ്കാൽപ്പ് പിടിച്ചു പോയി. ബാക്കിയുള്ള ഇട്ട എത്രയാന്ന് ഇന്ന് ക്യാച്ച് ചെയ്തത്? എങ്ങനെയെങ്കിലും പ്രോഫിറ്റ് ആകും, അത്രേ ഉള്ളൂ. ഇന്നില്ല, ഓരോ ഹയർ ഹൈസ് ഉണ്ടാവുന്നു. അപ്പൊ നെക്സ്റ്റ് ഓർഡേഴ്സ് ഒന്നും ആയിട്ടില്ല. സ്വിംഗ് ട്രേഡിന് പറ്റിയ സ്റ്റോക്സ് സജസ്റ്റ് ചെയ്യാം. സ്വിംഗ് ട്രേഡിന്റെ സ്റ്റോക്സ് ഉണ്ട്, നമുക്ക് വെനസ്ഡേ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയുണ്ടായിരുന്നു ഓർഡേഴ്സ് നിഫ്റ്റിയില്? ഒന്നും ആയിട്ടില്ല, രണ്ടിലൊന്നും ആയിട്ടില്ല. റേഞ്ച് പോലെ ഇത് ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ പോലും മറ്റേ ഹൈയും ലോ ബ്രേക്ക് ആയിട്ടില്ലല്ലോ. നിഫ്റ്റിയിൽ പക്ഷെ ഒരു കുഴപ്പമില്ലാത്ത സ്ട്രക്ചർ ഫോം റേഞ്ചിലാണ്. മാർക്കറ്റ് ഒരു ഡബിൾ ബോട്ടം നമ്മളാ യൂസ് ചെയ്യുന്ന പാറ്റേൺസ് അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല. സെല്ലേഴ്സ് അബ്സോർവ് ആവാൻ ചാൻസ് ഉണ്ടോ? സെല്ലേഴ്സ് വേണ്ടിയിട്ടുള്ള ഓർഡേഴ്സ് ഒന്നും വീട്ടിൽ വന്നിട്ടില്ല. ഇത് മെയിൻ ഓർഡേഴ്സ് ഒന്നും ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? വോയിസ് എല്ലാവർക്കും ഓക്കെ ആണോ? ഇപ്പൊ ഓക്കെ. അബ്സോർവ് ആവാനുള്ള ഓർഡേഴ്സ് ആയിട്ടില്ല ബ്രോ. അബ്സോർപ്ഷൻ നടക്കണമെങ്കിൽ വേണ്ട കൈൻഡ് ഓഫ് ഓർഡേഴ്സ് ഒന്നും വന്നിട്ടില്ല. നമുക്കൊരു എക്സോഷൻ കിട്ടിയ ഒരു ബൈ നോക്കാം. എക്സോഷൻ കിട്ടുന്നുണ്ടായിരുന്നാ ആ എൻട്രി ഞാൻ പറയുകയാണെങ്കിൽ ഒരു നിഫ്റ്റിയിൽ ഒരു ബൈ പറയുന്നുണ്ട്. അപ്പൊ മതി ഒരു സ്കാൽപ്പ് ആ ഒരു സെറ്റപ്പിൽ എടുത്താതെ. സെറ്റപ്പ് ആയിട്ടില്ല, ഞാൻ പറയാം. കൺഫർമേഷൻ ആവുമ്പോൾ ഞാൻ പറയാതെ. ചെറിയ റിസ്ക് കിട്ടാണെങ്കിൽ ഒരു സ്കാൽപ്പ് സ്ക്രീൻ ഷെയർ ചെയ്തേക്കോ. പ്ലാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ കൺഫർമേഷൻ കിട്ടിയാൽ ഒരു റീടെസ്റ്റ് ഇങ്ങനെ. പക്ഷെ കൺഫർമേഷൻ കിട്ടിയില്ല, അടുത്ത ലോവറിലുണ്ടാക്കി ഈ ഏരിയ ബ്രേക്ക് ചെയ്യും. മൊമെന്റം അത്ര ആക്റ്റീവ് അല്ല, അതുകൊണ്ട് കുറച്ച് റിസ്കി ആണ് കേട്ടോ. അതുകൊണ്ട് ചെറിയ ടൈപ്പ് ചെയ്യല്ലോ. തോന്നി ഈ ഏരിയയിൽ എങ്ങോട്ടോ ഒരു പറക്കലിനുള്ള ചാൻസ് ഉള്ള പോലെ തോന്നി. എന്തൊക്കെ തോന്നുന്നുണ്ടോ? ഒന്നുകിൽ ഫുൾ അല്ലെങ്കിൽ എങ്ങോട്ടോ ഒന്ന് പറന്നു പോവാൻ ഇങ്ങനെ ഇത് കണ്ടോ? 20 പോയിന്റ്സ് ഒക്കെ അടുപ്പിച്ച് മാറിയിട്ടുണ്ടല്ലോ. അതിന് എക്സെപ്ഷൻ നമുക്ക് ബൈ എടുക്കാം. എന്റെ സെല്ലുകൈ പോലെയല്ലേ പോയെ. എന്താ മാർക്കറ്റ് എങ്ങനെയൊക്കെ ഞങ്ങളോട് ചെയ്യും. 208 ഇപ്പൊ 220 അല്ലേ? നമ്മുടെ ഓപ്ഷൻ ചാർട്ടിൽ ഇവിടെയും ഒരു ഗ്യാപ്പ്. ഒരു 1:2 പോയത് ഏറ്റവും വലിയൊരു എസിന് വെച്ചാൽ ടെൻഷൻ ഇവിടെ ഗ്യാപ്പ് എടുത്തായിരുന്നോ? എന്തോ ചതി നോക്കിട്ടല്ലേ ബ്രോ? ഓ 10 പോയിന്റ്സില് വന്നിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ഇപ്പോ എന്തായാലും ഹയർ വരെ പോവാനുള്ള ചാൻസ് ഉണ്ട്. മാർക്കറ്റ് നമ്മൾ പഠിക്കുന്നതാണ് ഇപ്പൊ ഹയർ ഉണ്ടാവും. എന്റെ സ്ഥിതിയിലാണ് ഞാൻ പറഞ്ഞത്. എന്നും എനിക്ക് ഏതെങ്കിലും ഒരു എൻട്രിയെങ്കിലും ഉണ്ടാവും. ഇൻഫർമേഷൻ തന്നാ നമുക്ക് എടുക്കും. ഞാൻ കൺഫർമേഷൻ നോക്കുന്നതിന് കേസ് പറഞ്ഞാൽ അല്ലെങ്കിൽ വലിയ എസ്സിലായി പോകും. അല്ല ഞാൻ ഈ ഒരു ഇവിടുത്തെ നോക്കിയിട്ട് അതിന്റെ താഴെ ഇവിടെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്ട്രക്ചർ ഇതാണ്. അപ്പൊ ഇവിടെ കൊണ്ടുവന്ന എസ്സിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് RR ഭയങ്കരമായിട്ട് കുറയും. അപ്പൊ അതിനാണ് നമ്മൾ അവിടെ ഒരു വീണ്ടും കൺഫർമേഷൻ നോക്കിയിട്ട് ചെയ്യുന്നത്. ഞാൻ ഇനി അടുത്ത ട്രേഡില് സ്ക്രീൻ പ്രസന്റ് ചെയ്യാം. ഈ ബാങ്ക് നിഫ്റ്റി
പക്ഷെ ബാങ്ക് നിഫ്റ്റി ഈ ഒരു ഇവിടെ ഇത് കറക്റ്റ് ആണ്. അതാ ഈ ലൈനാണ് ഇവിടെ വന്നു ഇതായിരുന്നു ടാർഗറ്റ് ഇവിടെ. ബാങ്ക് നിഫ്റ്റി ഞാൻ എടുക്കൂല, കാരണം എനിക്ക് ഇതൊരു ബ്രേക്ക് ചെയ്ത് പുതിയ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ ഞാൻ എടുക്കുള്ളൂ. അനന്തൻ ഈ ചാർട്ട് കാണാൻ പറ്റുന്നുണ്ടോ? അനന്തന്റെ ഓറ എന്റെ സിസ്റ്റത്തിൽ എപ്പോഴും വേണോന്നുള്ളത് കൊണ്ട് ഞാനിത് ലോഗിൻ ചെയ്തിട്ടില്ല. ഈ ട്രേഡിന്റെ ഐശ്വര്യം അനന്തം. അത് കഴിഞ്ഞിട്ടൊരു പ്ലാൻ കിട്ടുമോ എന്ന് നോക്കാം. ഞാൻ തന്നെ പറയാം. ഞാൻ എന്തായാലും ദിഗംബരന്റെ അങ്ങനെ അതുകൊണ്ട് എൻട്രീസ് ഒക്കെ മിസ്സായി. അതിന് രണ്ടും ഒരേപോലെ ഇടാൻ വേണ്ടി ടാർഗറ്റ് നമുക്ക് എൻട്രി തന്നെ 10 points covered. Okay. ഇത് നമ്മൾ പ്ലാൻ ചെയ്ത എൻട്രി ആണ്. പക്ഷെ ഇവിടെ ആക്ച്വലി ഒരു ഗ്യാപ്പ് എടുക്കാൻ ഈ മാർക്കറ്റ് ആയ നമുക്ക് നോക്കാം. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തെന്താ ഫെഡറൽ ബാങ്ക് ഈ ഏരിയയിൽ വന്ന് എന്തെങ്കിലും കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ സ്റ്റോക്കിനെല്ലാം മനസ്സിലോട്ട് സ്റ്റാർട്ട് 10 മിനിറ്റ്സിനുള്ളിൽ ഒരു പ്ലാൻ കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം. ഞാൻ 5 മിനിറ്റ്സിലാണ്, കാർത്തിക 1 മിനിറ്റ് ആണ്. എന്റെ സ്ട്രാറ്റജി പ്രകാരം എന്ത് ഉണ്ടായിരുന്നു അത് റീടെസ്റ്റ് ചെയ്തില്ല. ആ ഒരു ബൈ ആണ് പോയത്. നമുക്ക് ഇനി ഒരു എക്സ്പ്രഷൻ കിട്ടിയ ഇല്ല, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടില്ല. ഷെയർ ചെയ്തിരുന്നു. ഇപ്പൊ അനന്തന്റെ ഈ മാർക്കറ്റിൽ ഒരു എൻട്രി ഞാൻ സ്ക്രീൻ ഷെയർ ഒരു ട്രേഡ് നോക്കും. അനന്തൻ അവിടെ ഭയങ്കര പ്ലാൻ ചെയ്ത് നോക്കുകയാണ് ട്രേഡ്. എനിക്ക് വലിയ സങ്കടം. ഏതോ ഒരാൾക്ക് എക്സൽ ട്രയൽ ചെയ്ത് അടിച്ചില്ലേ, സങ്കടമായില്ലേ? നമ്മുടെ വിഷയം നമുക്കൊരു 4 ഉണ്ടായിരുന്നു, ഗ്യാപ്പ് ആയിരുന്നു ബ്രോ. പിന്നെ നമ്മൾ അവിടെ എടുത്താൽ അത്രയും വലിയ ഇന്ന് വേണേ ആർക്കെങ്കിലും നിങ്ങളുടെ സ്വന്തം ബൈ ചെയ്യാട്ടോ. ചെറിയ പോയിന്റ് നോക്കാനുള്ള, ഹയർ ഒന്നും നോക്കരുത്. ഇറങ്ങി ഏരിയ എത്ര സുഖമില്ല. സ്കാൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നേ ഒരു 20 പോയിന്റ്. വേണ്ടായിരുന്നു, ക്ലോസ് ചെയ്യണ്ടായിരുന്നു. ഒരു ക്ലോസ് ചെയ്ത് പോയിട്ട് മാറി ഞാൻ അവർക്ക് പറഞ്ഞായിരുന്നു അവിടുത്തെ ഒരു ചെറിയ സ്കാൽപ്പ് വേണമെങ്കിലേ എടുത്തോളാൻ പറഞ്ഞായിരുന്നു. ഇറങ്ങിയ ഏരിയ അത്ര സുഖമില്ലായിരുന്നു. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു 10-20 പോയിന്റ് ഒക്കെ ചെറിയ രീതിയിൽ ക്യാച്ച് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടി ഞാൻ പറഞ്ഞത് ഇത് ഹയർഫൈ ഉണ്ടാക്കുമെന്ന് എനിക്ക് അത്ര അങ്ങനെ പറയാൻ പറ്റൂല കേട്ടോ. ഒരു കാര്യം അങ്ങനെ എല്ലാ ഓക്കെയാണ്. എന്ത് വേണം ചോദിച്ചു. ലാസ്റ്റ് ഇയർ ഷെയർ അല്ല അന്നപ്പോഴും ഷെയർ ചെയ്തത് അത് നമ്മളെ ഒരു ക്ലയന്റുമായിട്ട് മീറ്റിംഗിൽ ഇരുന്ന സമയത്ത് ഞാൻ ഷെയർ ചെയ്തതാണ്. പലരും ആ സമയത്ത് അതൊരു സ്റ്റോറി ആയിട്ട് ഇട്ടുമല്ലോ. അതെടുത്ത ട്രേഡിംഗ് ആണോ? ക്ലയന്റുമായിട്ട് മീറ്റിംഗിൽ ഇരുന്നപ്പോ നമ്മളൊരു സ്റ്റോറി ഇട്ടില്ലേ, അത് നമ്മൾ ഏത് അക്കൗണ്ടാ? ക്ലയൻസ് അക്കൗണ്ട് ആണോ നമ്മൾ ഇട്ടാണ് ഷെയർ ചെയ്ത? അത് അത്യാവശ്യം ഉണ്ട് ബ്രോ. അത് വലിയ അക്കൗണ്ടാ. നമ്മളൊരു 2 CR അടുപ്പിച്ചിട്ട് ഹോൾഡ് ചെയ്യുന്ന അക്കൗണ്ടാണ്. അപ്പം നമ്മള് സെയിം ട്രേഡ്സ് ഒക്കെ ഓഫ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മന്ത്ലി ഒരു ആവറേജ് ആണ് കേട്ടോ പറയുന്നത്. ഒരു 6-7% നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. നമ്മൾ 3 അക്കൗണ്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ഫണ്ട് നമ്മൾ തന്നെ അക്കൗണ്ട്സ്. അതിൽ ക്യാപിറ്റൽ വ്യത്യാസമുണ്ട് ഓരോ അക്കൗണ്ട്സിലും. എടുക്കുന്ന സ്ട്രാറ്റജീസും വ്യത്യാസമുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ 4 സ്ട്രാറ്റജി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പൊ അതനുസരിച്ചിട്ട് ഓരോന്ന് റിസ്ക് ചെയ്യുന്ന പെർസെന്റേജ് വ്യത്യാസമുണ്ട്. എല്ലാ സോഫ്റ്റ്വെയർസ് ഉണ്ട്. 5% വലിയ ചെറിയ എമൗണ്ടിലൊക്കെ 5% ഒരു കോൺഫിഡൻസ് ആണ്. അതായത് പറ്റും ബ്രോ. ഈ ഇയർ എൻഡ് ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ അക്കൗണ്ട് നമുക്ക് ഇതുപോലെ തന്നെ നമ്മൾ ഓൾമോസ്റ്റ് ട്രേഡ്സ് എടുക്കുന്ന സെയിം അല്ലേ? 5 lakh മിനിമം. എല്ലാ മന്തും നമ്മൾ പ്രോഫിറ്റബിൾ ആയിട്ട് ഇരിക്കാൻ നോക്കും. അത്രേ ഉള്ളൂ. അക്കൗണ്ട് ഹാൻഡ്ലിംഗ് ആണെങ്കിൽ 50-50 ആണ്. ഫിക്സഡ് പെർസെന്റേജ് പറയാം. SL ഒക്കെ എത്ര പെർസെന്റ് ആണ് ട്രേഡ് ചെയ്യുന്നത്? നമ്മൾ
2% വെക്കുന്നത്. ചിലപ്പോൾ ഇച്ചിരി റിസ്ക് എൻട്രി ഒക്കെ ആണെങ്കിൽ 0.5 വെക്കും. ചെറിയ സ്കാൽപ്പ് ഒക്കെ ആണെങ്കിൽ 0.25% റിസ്ക് ചെയ്യും. കോപ്പി ട്രേഡിന് 25 lakh. രണ്ടും കേട്ടോ. ഫണ്ട് മാനേജ്മെന്റ്, അക്കൗണ്ട് ഹാൻഡ്ലിംഗ് രണ്ടും. SL എവിടെ വെക്കുന്നതെന്ന് ഇതിൽ കാണിക്കുമല്ലോ. ഹാൻഡ്ലിംഗ് 50-50 ആണ്. ഫണ്ട് മാനേജ്മെന്റിന് ഫിക്സഡ് ആണ്. അതെ, സെബി 95% മൈൻഡ് ആവും. 5% കാശ് ഉണ്ടാക്കുന്നില്ലേ, ആ 5% നോക്കും. ഇവിടെ നീ എൻട്രി എടുക്കുന്നത്. എന്നിട്ട് ഇതാണ് ഞാനിപ്പോ വെക്കുന്ന SL എന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓപ്ഷൻ ചാർട്ടിൽ പോയിട്ട് ഈ ടൂൾ എൻട്രി എവിടെയാണ് SL എന്നുള്ളത് വെക്കുക. ഇതിൽ പോയിട്ട് ഇവിടെ നിങ്ങൾ അക്കൗണ്ട് സൈസ് അടിച്ചു കൊടുക്കുക. ഇവിടെ എത്ര % ആണ് റിസ്ക് ചെയ്യുന്നത്, അതെല്ലാം എമൗണ്ട് ആണെങ്കിൽ എമൗണ്ട് അടിച്ചു കൊടുക്കുക. അത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ ക്വാണ്ടിറ്റി കാണിക്കുന്നതുണ്ടോ, ഇതിൽ നോക്കണ്ട, ഓപ്ഷൻ ചാർട്ടിൽ പോയി നോക്കിയാൽ മതി. ആ ഓപ്ഷൻ ചാർട്ടിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു 3000 ആണ് കാണിക്കുന്നതെന്ന് വെച്ചാൽ ക്വാണ്ടിറ്റി. അപ്പൊ നിഫ്റ്റിയിലാണ് എടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുക, അത് ഡിവൈഡ് ബൈ 75. ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ അത് ഡിവൈഡ് ബൈ 50. അപ്പം ആ ലോസ് ഇവിടെ SL അടിക്കുകയാണെങ്കിൽ കറക്റ്റ് ക്യാപിറ്റലിന്റെ 1% ആയിരിക്കും പോകുന്നത്. ഓപ്പൺ ചെയ്യാവുള്ളൂ അക്കൗണ്ടിൽ. ആയിട്ടില്ല ബ്രോ. സെയിം ട്രേഡ്സ് ഇവിടെ കോപ്പി ചെയ്യാലോ. ഇപ്പൊ ഒരു പെർമനന്റ് ആയിട്ട് ജോബ് ഒക്കെ ഉള്ളവര്, അവർക്കൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മുടെ കോളോ അല്ലെങ്കിൽ ഇതൊന്നും എടുത്തിട്ട്. അത് മാത്രല്ല, കോൾ എല്ലാം പറ്റണം പോലെയല്ല. ഇപ്പൊ ഈ കോൾ ശരിയൊക്കെ അങ്ങനെ വിശ്വസിച്ച് അവരുടെ കോൾ അങ്ങനെ എടുക്കും. ഇത് നമ്മൾ ഈ ലൈവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ലൈവ് ട്രേഡിംഗ് ഫ്ലോർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. എല്ലാവരും ഇവിടെ തന്നെ വന്ന് കോൾ കൊടുക്കും. ഈ ലൈവ് ട്രേഡിംഗ് ചെയ്യുന്ന ടീംസ് കുറവല്ലേ ഇവിടെ. നമ്മൾ ഇന്ത്യൻ മാർക്കറ്റ് ബേസിസിൽ വളരെ കുറവാണ് പറയുമ്പോഴത്തേക്കും. അപ്പം അതിനുള്ള ഒരു ഇതും ഒക്കെയാണ് നമ്മൾ നോക്കുന്നത്. മീൻസ് ഇനി ഇത് ഒരു കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും ഇത് ഒബ്വിയസ്ലി ഇതിന് ചെറിയ പേയ്മെന്റ്സ് വരും. ഇതിൽ കാശ് ഉണ്ടാക്കാൻ പറ്റണം. ലൈക്ക് ഇപ്പം ഇതിലിപ്പോ നമ്മൾ ഓപ്ഷൻ ബൈങ് മാത്രമാണ് ചെയ്യുന്നത്. പക്ഷെ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചില്ല, ഇപ്പൊ ട്രേഡ് ഇല്ലെങ്കിൽ നമുക്ക് റിട്ടേൺ കൊടുക്കണമല്ലോ. അപ്പൊ ഇതല്ലാണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റോക്കിൽ ചെയ്യുന്നുണ്ട്, ഇതൊക്കെ സൈഡിൽ കൂടെ ചെയ്യുന്നുണ്ട്. ഗ്രാജുവലി അതും ആ ട്രേഡ്സും നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്റ്റോക്കിലെ കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ സ്വിങ് ചെയ്യുന്നതാണെങ്കിലും ഇതൊക്കെ നിങ്ങൾക്ക് സെയിം സാധനം എടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ നിങ്ങൾക്ക് അത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സെയിം ട്രേഡ്സ് പ്ലേസ് ചെയ്യാം. പിന്നെ ഓവറോൾ വ്യൂ നമ്മൾ എന്താണ് നോക്കുന്നത്. ബിഗിനർ ആണ് ഇൻവെസ്റ്റൻ ട്രൈ ചെയ്യാതെ സെയിം ഓൾ ഡിപ്പെൻഡ് ആണ്. ഒരു സ്ട്രൈക്ക് പ്രീമിയം എമൗണ്ട് ആണോ, എത്ര % SL വെക്കുന്നത്, മനസ്സിലായില്ലോ. ഞാൻ പറഞ്ഞില്ല എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് ജസ്റ്റ് ഓപ്ഷൻ ചാർട്ടിലൊന്ന് ടൂൾ യൂസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് SL വന്നാൽ എത്ര % ആണ് നമ്മൾ കൊടുക്കുന്നത്, അങ്ങനെ പെട്ടെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ക്വാണ്ടിറ്റി കറക്റ്റ് ആയിട്ട്. വീക്കെൻഡ് വർക്കല്ല വരും ജസ്റ്റ് പോകാൻ. അത് പ്ലാൻ ചെയ്തതല്ല, പെട്ടെന്ന് ഒറ്റ മൈൻഡില് ചെറിയൊരു ക്ഷീണത്തിൽ നമുക്ക് അടുത്ത ആഴ്ച പിടിക്കാം. ട്രേഡ് ചെയ്യുന്നവർ പറയുന്നത് ബട്ട് പ്രോഫിറ്റ് ആവുന്നില്ല എന്നാണ്. മലയാളികൾ തന്നെയുണ്ട് കുറെ ലൈവ് ട്രേഡിങ്. അതുപോലെ നമ്മൾ ട്രേഡൊക്കെ വരുമ്പോ എൻട്രി എങ്ങോ എത്തും, സെറ്റായി വരുന്നേ ഉള്ളൂ. ട്യൂളൊക്കെ വരയ്ക്കുമ്പോ വയ്ക്കുമ്പോ എൻട്രി ബ്രോ അത് ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളിവിടെ എങ്ങനെ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്, ഇപ്പം ഞാൻ എപ്പോഴായിരിക്കും പറയുന്നത്, ഇപ്പൊ ഈ ക്യാൻഡിൽ ക്ലോസ് ആകുമ്പോൾ ഇതിന്റെ ഹൈയിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കുക, ഹൈ ബ്രേക്ക് ആകുമ്പോൾ എടുക്കാന്ന് പറയാം, അല്ലെങ്കിൽ ഈ ക്യാൻഡിൽ ക്ലോസ് ആകുമ്പോൾ നിങ്ങൾക്ക് എടുക്കാന്ന് പറയാം. അപ്പൊ ഫോർ എക്സാമ്പിൾ ഇതിന്റെ ഹൈ ബ്രേക്ക് ആകുമ്പോഴാണ് എടുക്കുന്നതെങ്കിൽ ഈ ക്യാൻഡിൽ റൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഇങ്ങനെ കൊണ്ട് വെച്ച് നോക്കി വയ്ക്കുക, ഇത്ര വന്നാൽ ഇതാണെന്നുള്ളത്. അങ്ങനെ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഇൻവെസ്റ്റ്മെന്റിന് എത്ര % റിട്ടേൺ? 5%. കാലിക്കറ്റ് വരാം. എൻട്രി എടുക്കുമ്പോൾ SL എത്ര % ആണെന്നൊന്ന് മെൻഷൻ ചെയ്യൂ. SL എത്ര %? SL എപ്പോഴും 1 or 2% ആയിരിക്കും ബ്രോ ക്യാപിറ്റലില്. പറയുമ്പോ 0.5% വല്ലതും ചെയ്യ്. പിന്നെ ഇത് ഇപ്പം അതല്ലാണ്ടുള്ള നമ്മൾ മെയിൻ സെറ്റപ്പ് ഒക്കെ ഇല്ല. അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ഒരു 1-2 ആഴ്ച ഇത് വാച്ച് ചെയ്യും, ട്രേഡ് എടുക്കണ്ട. ഇപ്പൊ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുമല്ലോ ട്രേഡ് കഴിഞ്ഞിട്ട്. അപ്പം ഓരോ സെറ്റപ്പ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ആക്യുറസി, നിങ്ങൾക്ക് കൂടെ എടുക്കാൻ പറ്റുന്ന ഏതാണോ അതനുസരിച്ചിട്ട് % മാറ്റിഫൈറ്റായിട്ട് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ആവുന്ന സെറ്റപ്പിനാണ് 2% റിസ്ക് ചെയ്തോ. അല്ലാണ്ട് കുറവ് വരുമ്പോഴത്തേക്കും റിസ്ക് കുറയ്ക്കുക. പ്രീമിയം പേജ് ചാനൽ കണ്ടു, അതിൽ ഓർഡർ ഫ്ലോ ട്രേഡ് സെറ്റപ്സ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ടോ? ഇപ്പൊ നിങ്ങൾ
കാണുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മീൻസ് കുറച്ചുകൂടി സ്റ്റോക്ക് ഓപ്ഷൻസ്, സ്വിങ്സ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൂടെ വരും. വൺസ് അത് കഴിഞ്ഞിട്ട് ഫോറക്സ് കൂടി ഇതുപോലെ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. ഞാൻ പറഞ്ഞില്ല അവിടുന്ന് ഹയർ ചാൻസ് കുറവാണ്. അവിടെ ഇറങ്ങി ആക്ച്വലി ഓൾമോസ്റ്റ് 7 ലെവൽ ഞാൻ കയറി. ബട്ട് ട്രേഡ്സ് എടുത്ത് പ്രാക്ടീസ് ആയാൽ ഓക്കെ. ഈ നമുക്ക് ഓപ്ഷൻസിൽ ട്രേഡ്സ് ഭയങ്കര കുറവായിരുന്നു കഴിഞ്ഞ 2 വീക്കും. ഓർഡർ ഫ്ലോ സെറ്റപ്പിനെ കുറിച്ച് അറിയാൻ എന്തെങ്കിലും എവിടെ ലിങ്ക് ഉണ്ടോ? ഓർഡർ ഫ്ലോ സെറ്റപ്സിനെ പറ്റിയിട്ട് നമുക്ക് ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും വീക്കെൻഡ്സിൽ വെബിനാർസ് ഒക്കെ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് അവിടുന്ന് ഞാൻ പറയില്ല ഹയർ ഹൈ ഉണ്ടാക്കാനുള്ള ചാൻസ്. കാരണം അത് ഇറങ്ങുന്ന ഏരിയ കാരണമാണ് ആ ഒരു എക്സ്പോഷൻ കിട്ടുന്നത്. ചിലപ്പോ അത് ഡൗൺ ട്രെൻഡിലേക്ക് മാറും, അല്ലെങ്കിൽ അതൊരു എക്സ്പോഷൻ ഉണ്ടാവും. നമുക്ക് വെയിറ്റ് ചെയ്യും എങ്ങോട്ടേക്കാണ് സ്ട്രക്ചർ എന്ന് നോക്കിയിട്ട് നമുക്ക് ആ ഒരു രീതിയിൽ ബയോ ആക്റ്റീവായി ഉണ്ടാവും. അത് മാനുവലിനെ കണക്ട് ചെയ്താൽ മതി. ഓർഡർ ഫ്ലോ സെറ്റപ്പ് താഴേക്ക് പി, മുകളിലേക്ക് സി കൺസെപ്റ്റ് ആണ് എനിക്ക് പഠിക്കാൻ. ഓർഡർ ഒരു ഐഡിയ ഇല്ല. അതുകൊണ്ട് നിങ്ങളുടെ എൻട്രി റീസൺ പറയുമ്പോൾ നമ്മള് 2 സെറ്റപ്പ് നോക്കുന്നുണ്ടല്ലോ. മെയിൻ ആയിട്ട് രണ്ട് രീതിയിലാണ് നോക്കുന്നത്. ഒന്ന് ഓർഡർ ഫ്ലോ ബേസ് ചെയ്തിട്ട്, ഒന്നല്ലാണ്ട്. മറ്റതും നിങ്ങൾ ഒറ്റയ്ക്കല്ല എടുക്കുക. അത് ഡൗണും ചെയ്യാറുണ്ട്. എന്റെ സെറ്റപ്പ് കാണണമെന്നില്ല. ഇപ്പൊ ഇന്ന് എനിക്ക് ഓർഡേഴ്സ് ഒന്നും ആയിട്ടില്ല, അപ്പൊ അതിലേക്ക് ഒന്നും ചെയ്യാനില്ല. എന്നുവെച്ചാൽ ഇതില് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും എനിക്കിങ്ങനെ പറഞ്ഞാൽ എടുത്തോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എങ്ങനെ എടുത്തു ആരും ഒന്നും പറയില്ല കേട്ടോ. ഞങ്ങളെ കൂടെ ഞാൻ എന്തോ ഉള്ള ഏരിയ ഒന്ന് നോക്കിയതിന്റെ പ്രത്യേകതയുണ്ടോ? ബാങ്ക് നിഫ്റ്റിയാണോ നിഫ്റ്റിയാണോ? നിഫ്റ്റി. കാരണം ഞാൻ അവിടെ എന്തിനാണ് എനിക്കറിയാം. ഒന്നും ആയിട്ടില്ലടാ. ബാങ്ക് നിഫ്റ്റി കുറച്ച് ഓർഡേഴ്സ് പിന്നെ ബെറ്റർ ആണെന്ന് പറയാം. നിഫ്റ്റി ഒരു റിവേഴ്സൽ കിട്ടുമെന്ന് നോക്കാം. ആയിട്ടില്ല പക്ഷെ പ്രോപ്പറായിട്ട്. നമുക്ക് ബാങ്ക് നിഫ്റ്റി ഈ ഒരു ഏരിയയില് വന്നു കഴിഞ്ഞാല് നമുക്കൊരു ട്രേഡ് പ്ലാൻ ചെയ്യാം. നിഫ്റ്റിയില് ഈ ഏരിയയില് പ്രൈസ് വന്ന് നമുക്കൊരു ട്രേഡ് പ്ലാൻ ചെയ്യാം. ഇവിടുത്തെ റിയാക്ഷൻ എങ്ങനെ നോക്കി അത് എനിക്കത് അവിടുത്തെ ഓർഡേഴ്സ് എങ്ങനെ ആവണമെന്ന് നോക്കിയിട്ട് ഇവിടെ എത്തിയിട്ടേ നമുക്കുള്ളൂ പ്ലാൻ. സെല്ലാവാൻ ചാൻസ് ഉണ്ട്. ഒരു 60% ഇവിടുന്ന് സെല്ലാവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇന്ന് അറിയില്ല. ഇന്ന് നിങ്ങൾക്ക് ലോട്ട് സൈസ് കാൽക്കുലേഷൻ എല്ലാവർക്കും ഓക്കെ ആയോ? ട്രൈ ചെയ്ത് നോക്കിയായിരുന്നോ? ക്വാണ്ടിറ്റി അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ലോട്ട് സൈസ് കാൽക്കുലേഷൻ. അതായത് നിങ്ങൾ ഏതാണ് സ്ട്രൈക്ക് പ്രൈസ് ആണോ ട്രേഡ് എടുക്കാൻ അത് ആ സ്ട്രൈക്ക് പ്രൈസ് എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു ടൂൾ ഷോർട്ടിനും ബൈ ആണെങ്കിൽ ലോങ്, സെല്ലാണെങ്കിൽ ഷോർട്ട് പൊസിഷനും. നമ്മൾ ഓപ്ഷൻ ബൈയിങ് ആണല്ലോ. അപ്പം എന്ത് ചെയ്യുക, ലോങ് ഞാൻ പറയാണ് നിങ്ങളടുത്ത് ഈ ക്യാൻഡിലെ ഹൈ ബ്രേക്ക് ആകുമ്പോൾ നിങ്ങൾ ട്രേഡ് പ്ലേസ് ആക്കിക്കോളൂ എന്ന് വെക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുക, ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ SL ഇതിൽ വെക്കുക. എവിടെയാണോ എൻട്രി അവിടെ ഇത് കൊണ്ട് വെക്കുക. ഈ ടൂള് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഈ അക്കൗണ്ട് സൈസിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ക്യാപിറ്റൽ ഇടുക. റിസ്ക് പെർസെൻറ്റേജ് ഒന്ന് നിങ്ങൾക്ക് ഇടാം, അല്ലെങ്കിൽ ഇത് മാറ്റിയിട്ട് എത്ര എന്നുള്ളത് ഓക്കെ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഇവിടെ വരുമ്പോഴത്തേക്കും ഇത് ഒറ്റ പ്രാവശ്യം സെറ്റ് ചെയ്താൽ മതി. ക്വാണ്ടിറ്റി ഇങ്ങനെ കാണും. ഈ ക്വാണ്ടിറ്റിയിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു 3000 ക്വാണ്ടിറ്റി ആണ് കാണിക്കുന്നതെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഉണ്ടെങ്കിൽ അതേ ഡിവൈഡ് ബൈ 75 ചെയ്യുമ്പോൾ എത്രയാണോ ലോട്ട് കിട്ടുന്നത് ആ ലോട്ട് അടിക്കുക. ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ അതേ ഡിവൈഡഡ് ബൈ 15 ചെയ്യുമ്പോൾ എന്താണോ കാണിക്കുന്നത് അത് ക്ലിയർ ആയോ? അപ്പം ഇതെന്താണ് SL എത്ര ഇത് SL അടിച്ചാലും ആ എത്രയാണോ നിങ്ങൾ റിസ്ക് ചെയ്തത് അല്ലെങ്കിൽ നോക്കിയാൽ. എന്നിട്ട് ഇതിപ്പോ ഫോർ എക്സാമ്പിൾ ഒരു 1:2 കിട്ടിയെന്ന് വെച്ചോ. അപ്പൊ നിങ്ങൾ എത്രയാണോ റിസ്ക് ചെയ്തത് അതിന്റെ ഡബിൾ ആയിരിക്കും നിങ്ങളെ പ്രോഫിറ്റ്. അപ്പം ഇന്ന് പ്രോഫിറ്റ് ആയി, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് 2 ലോസ് വന്നു വെച്ചോ. 2 ആണെങ്കിൽ ആ 2 ലോസ് വന്നതിന് ശേഷം നിങ്ങൾ എന്താണ് അക്കൗണ്ട് ബ്രേക്ക് ചെയ്യാനാണ്. അപ്പോഴും ലോസിലോട്ട് നിങ്ങൾ പോവില്ല. ക്ലിയർ ആയിരുന്നോ? ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ 15 ആണ്, നിഫ്റ്റി ആണെങ്കിൽ 75. നോക്കട്ടെ ഒരു സെക്കൻഡ്, അത് നോക്കട്ടെ. ഇപ്പൊ കഴിഞ്ഞ ഫ്രൈഡേ ആണ് 25 ആണെങ്കിൽ ഡിവൈഡ് ബൈ 75 അല്ല 25 ആണ് ദിസ് വീക്ക്. ഇനി ബഡ്ജറ്റ് ആണ് സാറ്റർഡേ, ഇനി അതിന്റെയൊക്കെ ആണോ എനിക്ക് അതിന്റെ പ്രോപ്പർ റീസൺ എനിക്ക് മനസ്സിലായില്ല. അങ്ങനെയാണെങ്കിൽ 25 ആണ് ചെയ്യേണ്ടത്. അന്ന് ഫ്രൈഡേക്ക് മാത്രമാണെന്നാണ് അവര് പറഞ്ഞത്. അപ്പം
ഏകദേശം ഇന്ന് ബാക്ക് നോർമൽ ആയിരുന്നു. ബറോദ 60 ബാലൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ നോക്കിയപ്പോ -6 ആക്കിയത്. അത് മനസ്സിലായില്ല ബ്രോ. എന്ത് 16 ഉണ്ടെന്നാണ് ഇത്? ബാലൻസ് ആണോ? ഒരു കാര്യം പറയട്ടെ, ചെറിയൊരു സ്കാൽപ്പ് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ബൈ പിടിച്ചാലോ? ഇവിടെ വരാൻ റീസൺ ഉണ്ടല്ലോ. ചെറുതെ അനന്തരം അങ്ങോട്ടേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ചെറിയ റിസ്ക് എടുത്തോ. ചെറിയ റിസ്ക് ആ സ്ട്രക്ചറിന്റെ താഴെ സ്ട്രക്ചർ ഫിഗർ ആയിട്ടുണ്ട്. എന്തിന് ഫിഗർ ആയിട്ടുണ്ടല്ലോ? 5 പോയിന്റ് മാറിയാലാണ് പാർഷ്യൽസ് വേണം എടുത്തോട്ടോ. 50% സ്കാൽപ്പ് ആണ്. അപ്പൊ വലിയ പോയിന്റ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണ്ട. സ്കാൽപ്പാട്ടോ, അധികം പോയിന്റ് നോക്കണ്ട. എക്സിറ്റ് ചെയ്യണമെന്നവരോട് എക്സിറ്റ് ചെയ്തോട്ടോ. 20 പോയിന്റ്സ് പ്ലസ് ക്യാച്ച് ആവില്ലേ? ബ്രേക്ക് വെച്ചാണ്. അല്ലാത്തൊരു ബ്രേക്ക് ആയില്ലേ? ഞാൻ 50% എക്സിറ്റ് ആയിരുന്നു 20 പോയിന്റില്. എന്റെ ബാലൻസ് ഇപ്പം വെച്ചിരുന്നത് ബ്രേക്ക് ആയി. ഈ ഡിസ്കൗണ്ടില് ഇത് അതും കൂടെ ഓൺ ആയാൽ ചിലപ്പോ ലാഗ് വരും. ഇത് ലൈവായിട്ട് ഇത് എടുത്തായിരുന്നു ഈ ട്രേഡ്. പ്രോഫിറ്റ് ബുക്ക് 12 ക്യാച്ച് പോയിന്റ്സ് ക്യാച്ച് ചെയ്തോളൂ. ഓക്കെ, നോട്ട് ടേക്കൺ. അതെങ്ങനെയാണ്? ഞാൻ ഫസ്റ്റ് ആണ്. എനിക്ക് ചാർട്ട് മെയിൻ ആയിട്ടുള്ള എൻട്രീസ് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ പ്ലാൻ ഷെയർ ചെയ്ത് SL എവിടെ TP എവിടെ അത് പറയും. ഇതിപ്പോ പെട്ടെന്ന് ഒരു ക്വിക്ക് സ്കാൽപ്പ് വന്നു. അത് നിങ്ങൾ ചെറിയ 5 or 10 പോയിന്റ്സ് ക്യാച്ച് ചെയ്യാൻ നോക്കിയാൽ മതി. അതിൽ ഇതിൽ ജോയിൻ ചെയ്യാൻ എന്താണ് വേണ്ടത്? ഫ്രണ്ട്സിന് വേണ്ടിയാണ്. ഇതുണ്ട് ബ്രോ. ഈ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാലും ജോയിൻ ചെയ്യണം എന്ന്. യെസ്, ഇപ്പോഴും ഹോൾഡാ മതി. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞ അവിടെ വരാൻ റീസൺ ഉണ്ട്. 450 അല്ലേ? അത് അല്ല, 450 ഒക്കെ ഇപ്പൊ പുറ്റല്ലോ ക്രോസ് ചെയ്യുന്നത്. ഇപ്പൊ കണ്ട ട്രയലേ ഇല്ല. ടൈറ്റിലും ട്രയൽ ചെയ്തു. ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ ട്രേഡില്? കുഴപ്പമില്ല. പിടിക്കുന്നവരുണ്ടെങ്കിൽ 4830 ഓൺ എത്തുമ്പോഴത്തേക്കും എക്സിറ്റ് ചെയ്യണമെങ്കിൽ എക്സിറ്റ് ഈ പോയിന്റ് എക്സിറ്റ് ചെയ്യണം. എൻട്രി വന്നല്ലോ. ഇതില് പോവാത്തവരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇതില് ഇന്നിപ്പോ മൊത്തം എത്ര പിടിച്ചിട്ടുണ്ട് എല്ലാരും? എത്ര പോയിന്റ് ആയി? കാരണം ഈ പോയിന്റ് എത്താൻ എക്സിറ്റ് ചെയ്യും. 48,300 40 പോയിന്റ്സ് ടോട്ടൽ. ഓക്കെ, ഇന്ന് ഞാൻ പറഞ്ഞില്ലേ മെയിൻ ആയിട്ടുള്ള ഓർഡേഴ്സ് ഒന്നും വന്നിട്ടില്ല. അപ്പം ഇങ്ങനെയുള്ള സ്കാൽപ്പ് പിടിച്ചു പോയി. ബാക്കിയുള്ള ഇട്ട എത്രയാന്ന് ഇന്ന് ക്യാച്ച് ചെയ്തത്? ട്രേഡ് മിസ്സായ എത്ര പേരുണ്ട്? ഞാൻ മിസ് നിഫ്റ്റി ലേറ്റ് ആയി പോയി. ഓക്കെ, ഇന്ന് ടൈം പറഞ്ഞില്ലേ കറക്റ്റ് 10:30 ആ ടൈം തൊട്ട് സ്റ്റാർട്ട് ചെയ്യും നമ്മൾ ഇനി തൊട്ട്. നിങ്ങൾ പിന്നെ ഈ എപ്പോഴും ഇതിൽ തന്നെ ഇരിക്കണം കേട്ടോ, ലൈവിൽ തന്നെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവില്ല എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന്. കൺഫ്യൂഷൻ ആയിപ്പോ. സോ അങ്ങനെ കൺഫ്യൂസ്ഡ് ആണ് എടുക്കരുത്. മാക്സിമം നിങ്ങൾ എക്സിറ്റ് ആവാണ്ട് ലൈവ് ഫുൾ കണ്ടിന്യൂ വാച്ച് ചെയ്യാൻ നോക്കണം. ചില സമയത്ത് ബോറിംഗ് ആവും ട്രേഡ്സ് ഒന്നും ഇല്ലെങ്കിൽ. ബട്ട് നമ്മൾ അങ്ങനെ നിന്നാലേ നമുക്ക് ഇതൊക്കെ ഇങ്ങനത്തെ ട്രേഡ്സ് പിടിക്കാൻ പറ്റുള്ളൂ. കുറഞ്ഞു തുടങ്ങി. പക്ഷെ വീണ്ടും അത് മുകളിൽ ഓർഡർ കുറഞ്ഞു പെട്ടെന്ന്. പക്ഷെ അറ്റ്ലീസ്റ്റ് അത് ഇവിടെ കൂടെ വന്നില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ. എക്സിറ്റ് ആയില്ലേ? ഓക്കെ, നമുക്കെന്നാ ഓർഡേഴ്സ് എന്താടാ? ഇന്ന് എല്ലാരും പ്രോഫിറ്റ്. ഇന്ന് ലോസ് ബുക്ക് ചെയ്ത ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും? എല്ലാരും പ്രോഫിറ്റ് അല്ലേ? പ്രോഫിറ്റ് അല്ലെങ്കിൽ ട്രേഡ് എടുക്കാത്തത്. പ്രോഫിറ്റ്സ് വേണമെങ്കിൽ ഷെയർ ചെയ്തോ, ചാറ്റിലിട്ടോ. പ്രോപ്പർ സെറ്റപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ എങ്ങനെയെങ്കിലും പ്രോഫിറ്റ് ആകുക. അത്രേ ഉള്ളൂ. ലേറ്റ് ആയി പോയി. ഓക്കെ, പ്രോഫിറ്റ് ഞാൻ എടുത്ത് പോയി അവിടെ ബുക്ക് ആയത് ഞാൻ കണ്ടു. അത് ട്രേഡ് ബ്രേക്ക് ഡൗൺ ചെയ്യണ്ടേ? ട്രേഡ് ബ്രേക്ക് ഡൗൺ എനിക്ക് എല്ലാരും അറിയുമ്പോൾ ഇനി ഇത് പോയിട്ട് അതെന്നും പറഞ്ഞ ആ ഏരിയ ഇല്ല 500. ഞാൻ 1 മിനിറ്റിന്റെ ക്യാൻഡിൽ ചാൻസ് ഉണ്ടോ? 500 എത്തിയപ്പോ തന്നെ എനിക്ക് അത്യാവശ്യം നല്ല പ്രോഫിറ്റ്. ട്രേഡ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നോ സംഭവം കിട്ടുമോ? എന്തിന് ഞാൻ എന്നോട് അടിച്ചു. ഇതാണോ ഓരോ പോയിന്റ് എനിക്ക് ഓരോ ഏരിയ വരുമ്പോൾ ഞാൻ ഇങ്ങനെ വരച്ചു വെക്കും. പിന്നെ നോക്കൊന്നുമില്ല. അപ്പൊ എന്ത് ഞാൻ അറിയില്ല അവിടെ ഒന്ന്. പക്ഷെ എനിക്കിത് ബോച്ചാട്ടിങ് ഉള്ളതുകൊണ്ടേ എനിക്ക് നിഫ്റ്റിയില് ഇന്ന് എനിക്ക് സ്കാൽപ്പ് മിസ് ആയില്ല. പിന്നെ ബാങ്ക്
എല്ലാം കറക്റ്റ് ആയിട്ട് എനിക്ക് ക്യാച്ച് ചെയ്യാൻ എടാ സ്ക്രീൻ ഷെയർ ഇട്ടല്ലേ? ഇത് ഞാൻ ഇത്രയും വർഷം ആണ് പിള്ളേരൊന്നും സീരിയസ് ആയിട്ട് എടുക്കൂല bro. ഞാൻ എന്ത് ചെയ്യാ? ഇല്ല നമുക്ക് നോക്കാം. നമുക്ക് ചെറിയ എന്തെങ്കിലും കോഡ് സെറ്റപ്പ് കൂടി അറേഞ്ച് ചെയ്യാം. അതും ഈ സ്കാൽപ്പും ഒക്കെ വെച്ചിട്ടുള്ള ഞാനൊന്ന് നമ്മുടെ എൻട്രി സ്ക്രീൻ ഷെയർ അല്ല. ഞാൻ ഒരു മിനിറ്റ് എന്നാലും ആണോ നീ? ഞാൻ ഇടയ്ക്ക് മൊത്തം ഗോജാട്ട് മുമ്പ് ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു. ഇടയ്ക്ക് അനന്തൻ എന്നെ പറ്റിച്ച് പിന്നെ പാസ്വേഡ് മാറ്റി എന്റെ എല്ലാവർക്കും അറിയാം. ആണ്. പക്ഷെ അനന്തൻ എന്നെ ആ പാസ്വേഡ് ഒന്നുകൂടി മാറ്റി ഒറ്റയ്ക്ക് എടുക്കില്ലേ? ശരിയാണ്. എനിക്ക് അയാൾക്ക് ഉണ്ടാക്കി ഇവിടെ. അപ്പൊ ഈ ഒരു ഏരിയയിലേക്ക് റീടെസ്റ്റ് മാർക്കറ്റ് ഈ ഒരു ഉള്ളിലാണ് ഇന്നും നിന്നത് തുടങ്ങി. ഇവിടെ ഒരു ഹൈ ഉണ്ടാക്കി ഈ ഒരു ഏരിയയിൽ വീണ്ടും റീടെസ്റ്റ്. ഇനി നമുക്ക് ഇത് ബ്രേക്ക് ചെയ്തു. അപ്പൊ ഇവിടെ ഈ ഏരിയ ബ്രേക്ക് ചെയ്തു. പിന്നെ നമുക്ക് റീടെസ്റ്റ് ചെയ്യാനുള്ളത് ഇവിടെയാണ്. ഈ ഏരിയ റീടെസ്റ്റ് ചെയ്തു. ഇവിടെ റീറ്റ് 1 മിനിറ്റിൽ കൺഫർമേഷൻ എടുക്കുന്നു, എൻട്രി എടുക്കുന്നു. അതാണ് നമ്മുടെ പരിപാടി. ഇവിടെ എത്തി ഈ ഒരു ക്യാൻഡിൽ ഇവിടെ ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഈ ക്യാൻഡിലിന്റെ ഹൈയിൽ എൻട്രി എടുത്തു. ഇതിങ്ങനെ മൂവ് ചെയ്ത് ഈ ഒരു ഏരിയത്തിൽ നമുക്കൊരു 500ന്റെ ഇവിടെ വരെ ആ ഒരു ഏരിയയിലെ സ്ട്രൈക്ക് പ്രൈസിൽ 500 വരെ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിതൊരു ചെറിയ കാരണം ഇത് ഹയർ ഹൈ നിഫ്റ്റിയിൽ ഇത് ഹയർ ഹൈ ഉണ്ടാക്കാൻ ചാൻസ് ഉള്ളത് തോന്നിയുണ്ട് ഞാൻ പറഞ്ഞത്. അതൊരു സ്കാൽപ്പ് 10 അല്ലേ 20 വരിക. അതാണ് ഇന്നത്തെ. ഒന്നുമില്ല, ഓരോ ഹയർ ഹൈസ് ഉണ്ടാവുന്നു. അപ്പൊ നെക്സ്റ്റ് റീടെസ്റ്റ് ആവുന്നു. റീടെസ്റ്റ് നടത്തുന്നു. റീടെസ്റ്റ് നടത്തിയിട്ട് 1 മിനിറ്റിൽ നമ്മളൊരു കൺഫർമേഷൻ 1 മിനിറ്റിൽ കൺഫർമേഷന് വേണ്ടി കൺഫർമേഷൻ എടുത്തു. തിരിച്ച് റീടെസ്റ്റ് ബൈ. അതാണ് നമ്മൾ നോക്കിയത്. ഇന്ന് എൻട്രി സ്റ്റാർട്ട് ചെയ്യുന്നത് 445.30 ആ ഒരു ഏരിയയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 500 വരെയാണ് ഞാൻ ക്യാച്ച് ചെയ്തത്. ഇതാണ് ഓക്കെ അല്ലേ? 30 മിനിറ്റ്സിന്റെ ഒരു ഏരിയ ഞാൻ സ്റ്റാർ ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ 5 മിനിറ്റ്സ് 15 മിനിറ്റ്സ് ഭയങ്കര റയർ ആട്ടോ. 5 മിനിറ്റ്സ് ആയിരിക്കും കൂടുതൽ. 5 മിനിറ്റ്സ് 1 മിനിറ്റ് ആണ് എന്റെ എൻട്രി ഏരിയ. 5 മിനിറ്റ്സ് വരുന്നു, കൺഫർമേഷൻ നോക്കുന്നു, 1 മിനിറ്റ് പോകുന്നു, കൺഫർമേഷൻ എടുക്കുന്നു, പരിപാടി. ഇനി സ്ക്രീൻ ഷെയർ ചെയ്യില്ലേ? ഇന്നത്തേക്ക് എൻഡ് ചെയ്യാം. എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ ഭയങ്കര മടിയാണ്. അതെന്താണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്.